ഹായ്, വെൽക്കം ഓൾ ടു സ്മാർട്ട് ടോക്ക് വിത്ത് നിഷ. ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മളുടെയൊക്കെ ജീവിത ശൈലിയിൽ അപകടകരമായിട്ടുള്ള ഒരു ശീലം വന്നു ചേർന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? ഒരു സാധനം കേടുവന്നാൽ, അതിനെന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ അത് മാറ്റിയിട്ട് പുതിയത് വാങ്ങിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ്, അത് റിപ്പയർ ചെയ്യാൻ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നേ ഇല്ല. അതായത് ഇന്നത്തെ വിഷയം റിപ്പയർ വേഴ്സസ് റീപ്ലേസ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളുടെ ലൈഫിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കൾച്ചറാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഒരു അടുത്തിടെ കയറി വന്നിട്ടുള്ളതാണ്, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കയറി വന്നിട്ടുള്ളതാണ്. നമ്മുടെ എന്തെങ്കിലും നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ഒരു സാധനം ഒക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ കേട് അതിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ മാറ്റി വാങ്ങിക്കാനാണ് നമുക്കൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ്. അതിൻ്റെ റിപ്പയറിനെ കുറിച്ച് ആലോചിക്കാമെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ അപ്പം നെഗറ്റീവ് വരും. എവിടെ നിന്ന് കിട്ടാനാ? ഇവരെ വിളിച്ചാൽ അതിനിപ്പോൾ അതിനൊക്കെ കിടന്ന് നടക്കണ്ടേ, ആ നേരം വേറെ ഒരെണ്ണം പുതിയത് വാങ്ങിക്കാം. കാരണം കൺസ്യൂമറിസം കൂടിയപ്പോഴാണ് അതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫോണിൽ നമുക്ക് ഇഷ്ടം പോലെ സപ്ലയേഴ്സ് അവിടെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഇത് കുറച്ചൊന്ന് അന്വേഷിച്ച് പോകണം, അത് കണ്ടുപിടിക്കണം, ഇനി അവിടെ അടുത്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസം എടുക്കും. ഇങ്ങനെ കുറേ നെഗറ്റീവ്സ് ഉള്ളിൽ കയറി വരുന്നതുകൊണ്ട് ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? റീപ്ലേസ് ചെയ്യുന്ന ഒരു ടെൻഡൻസി തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ല ശീലമല്ല. നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ പലപ്പോഴും നമ്മളുടെ കയ്യിലിരിക്കുന്ന ഇപ്പോൾ ഈ ഒരു സ്പെക്സിന് ചിലപ്പോൾ അതിൻ്റെ ഇത് കുറേ ഇങ്ങനെ ഉപയോഗിച്ചു നമ്മളിങ്ങനെ വെക്കണു എടുക്കുന്നു, ചിലപ്പോൾ ചിലപ്പോൾ അതൊക്കെ ആടുന്നേ ഉണ്ടാവുള്ളൂ. ഉടനെ ഞാൻ ചിന്തിക്കുന്നത്, എന്നാണ് പുതിയ സ്പെക്സിലേക്കുള്ളത്? ചിലപ്പോൾ ഇത് ചെറുതായിട്ടൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട്, ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവറോ ഇതിനോടനുസരിച്ചൊരു ഇതോ ഇട്ടിട്ട് ഒന്ന് ടൈറ്റ് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. ഇത് മെനക്കെടാൻ ഞാൻ നിൽക്കാതെ ഇത് ഒന്നും കൂടി ഇങ്ങനെയൊക്കെ നാട്ടി നോക്കി ഇതിലേക്ക് ഞാൻ പുതിയ സ്പെക്സിലേക്ക് മാറുന്ന ടെൻഡൻസി നല്ലതാണോ? അല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ തോന്നണില്ലേ? ശരിയാണ്, നന്നല്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സാധ്യത നമ്മളെപ്പോഴും അന്വേഷിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് നമുക്ക് തന്നെ പണ്ടത്തെ കാലം എന്നൊന്നും പറയാനില്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ഒരു ചെരുപ്പ് പൊട്ടിയാലോ അതല്ലെങ്കിൽ നമ്മളുടെ ഒരു കുടയുടെ ഒരു കമ്പി പൊട്ടിയാലോ ഒക്കെ നമ്മൾ എന്താ ചെയ്യാറ്? നമ്മൾ പെട്ടെന്ന് പോയിട്ട് വേറൊരു ചെരുപ്പൊന്നും മേടിക്കാറില്ല. നമ്മളതൊന്ന് ഒരെണ്ണം ചെരുപ്പുണ്ടാവും, നമ്മളൊന്ന് പോയിട്ട് ഒരു ചെരുപ്പ് കുത്തിയുടെ അടുത്തേക്ക് നമ്മൾ പോവും. അല്ലെങ്കിൽ കുട നന്നാക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ കമ്പി മാത്രം നമ്മളൊന്ന് എന്ത് ചെയ്യും? അതേപോലെ കുടയുടെ കണ്ടോ, അതിൻ്റെ അറ്റത്തുനിന്ന് വിട്ടു പോവും, അതിൻ്റെ ഇത് പോവും. അപ്പോൾ നമ്മൾ തന്നെ വീട്ടിലിരുന്നിട്ട് അത് അറ്റത്തിൽ അതിനൊരു എഡ്ജുണ്ടാവും, അത് നമ്മൾ തുന്നും അല്ലേ? പക്ഷേ ഇപ്പം നമ്മൾ നോക്കി നോക്കൂ, ഇപ്പോൾ ഇന്നിപ്പം നമ്മൾ വിചാരിച്ചാൽ പോലും ചിലപ്പം നമുക്ക് നമ്മുടെ ചെരുപ്പ് നന്നാക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം ആ ഒരു ആൾക്കാർ അങ്ങനെ വാനിഷായിപ്പോയി. ചെരുപ്പ് കുത്തുന്നവരും ചെരുപ്പ് നന്നാക്കുന്ന ആൾക്കാരും അതേപോലെ തന്നെ കുട നന്നാക്കുന്ന ആൾക്കാരെ നമുക്ക് റോട്ടിൽ കാണാനുണ്ടോ? പണ്ട് അവരിഷ്ടം പോലെ റോട്ടിൽ അവരിരുന്നിരുന്നില്ലേ? റോഡ് സൈഡിലും ഷോപ്പ് ഇട്ടിട്ടും അവരിരുന്നിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ വളരെ കുറഞ്ഞു പോയി. അവരൊക്കെ അങ്ങനെ അവരുടെ സ്കില്ല് ആ സ്കില്ല് ചെയ്യുന്ന ആൾക്കാർ അതെങ്ങനെയാണ് അവർ പോയത്? അവരെങ്ങനെയാണ് പോയത്? നമുക്ക് ആ ശീലം പോയി. ചെരുപ്പ് വാങ്ങിക്കുന്നതാണ് ബെറ്റർ എന്ന് നമുക്ക് തോന്നി. റിപ്പയർ ആരും ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമുക്ക് കാണാതെയായി എന്നുള്ളതാണ്. ഇതുപോലെ ഇനി എല്ലാം വരും. ഇന്നിപ്പോൾ അവരെയല്ലേ കാണാതായിട്ടുള്ളൂ. ഇനി കുറച്ചും കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ സ്കില്ലറിയുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ ജോലികളൊക്കെ എന്ത് ചെയ്തു പോവും? നഷ്ടപ്പെട്ടു പോവും. നമ്മുടെ വീട്ടിലൊരു ആ റിമോട്ട് വർക്ക് ചെയ്യില്ല. നമ്മൾ ആദ്യം ഒന്ന് കുടഞ്ഞൊക്കെ നോക്കൂ അല്ലേ? ഇപ്പോഴത്തെ ഒരു ജനറേഷൻ വരുന്നുണ്ട്, ആ റിമോട്ട് ഇങ്ങനെ കുടഞ്ഞ് നോക്കുന്നു, ഒന്ന് അമർത്തി നോക്കുന്നു, അത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഉടനെ അത് അവിടെ ഇട്ടിട്ട് ഉടനെ ഓർഡർ ചെയ്യും, പുതിയ റിമോട്ടിന് ഓർഡർ ചെയ്യും. അതിൻ്റെ ബാക്കിലത്തെ കവറൊന്നും എടുത്തിട്ട് ബാറ്ററിയുമായിരിക്കും അതിൻ്റെ കുഴപ്പം. ആ ബാറ്ററിയുടെ കുഴപ്പം പോലും ആ കുട്ടികൾ നമ്മളെ കണ്ടിട്ടല്ലേ അവർ വളരുന്നത്. നമ്മളെക്കാൾ കേമന്മാരാവുമല്ലോ എന്തായാലും. അപ്പം നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ ആവേണ്ടതും. അവർ ഇത് തുറന്ന് ആ ബാറ്ററി ഒന്ന് റീപ്ലേസ് ചെയ്യാൻ പോലും അവർക്ക് സമയം കാണില്ല. അതിനേക്കാൾ ക്വിക്കായിരിക്കും അവർക്ക് ഒരു പുതിയ റിമോട്ട് അവരെന്ത് ചെയ്യും? അവർ ഓർഡർ ചെയ്യും എന്നുള്ളതാണ്. അപ്പം ഇതെല്ലാ കാര്യത്തിലും മൊബൈലിൻ്റെ കേസിലൊക്കെ നമ്മൾ ചിലപ്പോൾ അതിൻ്റെ ഒരു ബാറ്ററി മാത്രമായിരിക്കും പ്രശ്നം ഉണ്ടാവുക.
അപ്പോൾ നമുക്ക് ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അതല്ല, അപ്പോൾ ഡിസ്പ്ലേ ഒക്കെ പോയി, കോസ്റ്റ് ഇഫക്റ്റീവ് ആണോ എന്ന് നമ്മളൊന്ന് നോക്കാം കേട്ടോ. അതിൽ തെറ്റൊന്നുമില്ല. ചിലപ്പോൾ റിപ്പയർ ചെയ്യുന്നതിനെക്കാട്ടിലും കോസ്റ്റ് ഇഫക്റ്റീവ് വാങ്ങിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, വെൽ ആൻഡ് ഗുഡ്, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പോയിട്ട് വാങ്ങിക്കാം. തെറ്റ് പറയാൻ പറ്റില്ല അതിന്. കോസ്റ്റ് ഇഫക്റ്റീവ്. കാരണം അതേസമയം ഇപ്പോൾ ഒരു ബാറ്ററി മാറ്റുന്നത് എന്ന് പറഞ്ഞതിൽ ഒരു 2000-4000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ബാറ്ററി കിട്ടും. അത് മാറ്റാതെ നമ്മൾ എന്ത് ചെയ്യാണ്, 30,000 40,000 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ നമ്മുടെ മൊബൈൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മാറ്റുന്ന ഒരു രീതി കാണാം എന്നുള്ളതാണ്. ഇത് വളരെ അപകടകരമാണ്. കാരണം ഇത് ഇ വേസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇതൊക്കെ എവിടെ കൊണ്ടുപോയി ഇടുക? ഈ ഒരു ഇത്രയും കുമിഞ്ഞു കൂടുന്ന ഒരു ഇ വേസ്റ്റ്. ശരിക്കും നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ ഈ ഒരു കൾച്ചർ ഇല്ല, ഈ ഒരു റീപ്ലേസ് കൾച്ചർ ഇല്ല. നമ്മുടെ കയ്യിൽ ശരിക്കും റിപ്പയർ കൾച്ചർ ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ മോട്ടറൊക്കെ പണ്ട് കത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിന് കൊടുക്കും, റിവൈൻഡ് ചെയ്യാൻ കൊടുക്കും. അത് കാരണം ഒരാളുണ്ടാവും, ഒരു റിപ്പയർ ഉണ്ടാവും, ഒരു ഇലക്ട്രീഷ്യൻ ഉണ്ടാവും, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവും, ഒരു ഇലക്ട്രീഷ്യനൊക്കെ ഉണ്ടാവും, ഒരു പ്ലംബർ ഉണ്ടാവും, നമുക്ക് പരിചയത്തിലുള്ള ഇലക്ട്രീഷ്യൻ പ്ലംബറൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ പോയിട്ട്, നമുക്ക് ക്ഷമയുണ്ട്, അന്ന് കുറച്ചും കൂടി ക്ഷമയുണ്ട്, നമ്മൾ പോയിട്ട്. ഇപ്പോൾ അതല്ല, മോട്ടർ ഒന്ന് ചൂടായി, ഒരു വട്ടം ഒന്നും വെള്ളം എടുത്തില്ല, രണ്ടാമത്തെ വട്ടം വെള്ളം എടുത്തില്ല, ഉടനെ ആ മോട്ടർ എന്ത് ചെയ്തു, നമ്മൾ അത് മാറ്റിയിട്ട് പുതിയൊരു മോട്ടർ നമ്മൾ കൊണ്ടുപോയിട്ട് വാങ്ങിച്ചു വെക്കുന്നു. ശരിക്കും ഇത് തെറ്റാണ്. ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ യൂസ് ചെയ്യുക. ചെറിയൊരു റിപ്പയർ കോസ്റ്റ് അതിന് റിപ്പയർ വന്നതുകൊണ്ട് അത് പഴതായി എന്നുള്ളൊരു തോന്നലൊന്നും നമുക്ക് വേണ്ട. ഇപ്പം നമുക്ക് എന്നാ പറയുക, നമ്മുടെ സ്റ്റെബിലൈസർ നമുക്ക് ഒക്കെ കേട് വന്നു എന്നുണ്ടെങ്കിൽ ഉടനെ പോയിട്ട് പുതിയ സ്റ്റെബിലൈസർ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. കാരണം ചെറിയൊരു റിപ്പയർ കോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് റിപ്പയർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, പുതിയതൊന്നും കാരണം ഇത് നമ്മളെ കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനത്തെ ഒരു കൾച്ചർ തുടങ്ങിക്കഴിഞ്ഞാൽ വരും തലമുറ ഇതിനേക്കാൾ, അവർക്കത് എന്താന്ന് പോലും, നാളെ അവർക്കൊരു സ്ക്രൂ ഡ്രൈവർ കണ്ടാൽ ഇതെന്താ ഈ സാധനം എന്നവർ ചോദിക്കും. ഒരു ടെസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ അവർ ചോദിക്കും, ഇതെന്താ, ഇത് ടെസ്റ്ററോ, ഇതെന്തിനാ ഉപയോഗിക്കുക എന്നവർ ചോദിക്കും. നമ്മൾക്ക് തന്നെ അറിയാം, ഒരു 2 വയറ് വിട്ട് കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പണ്ട് ആ വയറൊന്ന് നന്നായിട്ട് നമ്മളൊന്ന് പിരിച്ചിട്ടിട്ട് നമ്മളതിൽ എന്ത് ചെയ്യും, ഇൻസുലേഷൻ ടേപ്പൊക്കെ നമ്മൾ ഒട്ടിക്കും അല്ലേ. ഇന്നത്തെ കുട്ടികൾ, ചിലപ്പോൾ നമ്മുടെ കുട്ടികൾ ചോദിക്കും, ഇൻസുലേഷൻ ടേപ്പോ, അതെന്താ സാധനം എന്ന് ചോദിക്കും. എല്ലാം ഒന്നിനും ആൾക്കാരെ കിട്ടാത്തൊരു രീതിയിലേക്ക് നമ്മളിത്, കാരണം ഇഷ്ടം പോലെ ITI ഒക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഇഷ്ടം പോലെ ന്യൂ ജനറേഷൻ കുട്ടികൾ റിപ്പയറുകൾ പഠിക്കുന്നുണ്ട്. AC റിപ്പയർ പഠിക്കുന്നു, അതേപോലെ തന്നെ എല്ലാം, മൊബൈൽ റിപ്പയർ പഠിക്കുന്നു, ഇലക്ട്രോണിക്സ്, ഇതൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവർക്കൊക്കെ ഇത് റിപ്പയർ ചെയ്യാൻ അറിയും. അവർക്കൊക്കെ ജോലി സാധ്യതയാണ് നഷ്ടപ്പെടുന്നത്. നമ്മുടെ ഈ ഒരു കൾച്ചർ വരുന്നത് കൊണ്ട് അവരുടെ പലരുടെയും ജോലി സാധ്യത പോലും നഷ്ടപ്പെടുത്താണ്. ഇത് റീതിങ്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു കൾച്ചർ, ഈ റിപ്പയർ കൾച്ചർ പോയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്, കൈവിട്ട് പോകുന്ന അപകടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കുറേ ഒരു സസ്റ്റൈനബിൾ ലിവിങ്ങിനൊക്കെ ഇത് ഭയങ്കര എതിരാണ്. നമ്മൾ എപ്പോഴും പറയില്ലേ, സുസ്ഥിരത എന്നൊക്കെ നമ്മൾ പറയുന്നത് സസ്റ്റൈനബിൾ എന്നുള്ളതാണ്. സസ്റ്റൈനബിൾ എൻവയൺമെൻറ്റ് എന്നൊക്കെ ഉള്ളതിൽ അതിനൊക്കെ ഡെഡ് എഗെയിൻസ്റ്റ് ആണ് ഈ റീപ്ലേസ് കൾച്ചർ എന്ന് പറയുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കാണാനുണ്ട്, യൂറോപ്യൻ കൺട്രീസിലൊക്കെ അവരൊക്കെ ഭയങ്കരമായിട്ട് ഇത് തിരിച്ചു പിടിക്കുകയാണ് എന്നുള്ളത്. അവരുടെ ഒരു കൾച്ചറായിരുന്നു ഈ റീപ്ലേസ് കൾച്ചർ. അവർ തന്നെ തിരിച്ചു പിടിക്കാൻ തുടങ്ങി ഈ ഇ വേസ്റ്റിൻ്റെ ഇത് കാരണം കൊണ്ട്. അവർ പല കമ്പനീസിനും അവർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ചില കമ്പനികൾ ഇത് മുതലാക്കാൻ തുടങ്ങിയിട്ടോ, അത് വേറൊരു കാര്യം. കമ്പനികൾ ചില പ്രോഡക്ട്സ് തുറക്കാൻ പറ്റില്ല, നമുക്ക് സീൽഡ് പ്രോഡക്ട്സാണ് വരിക. സീൽഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ കമ്പനികൾ ഇപ്പോൾ യൂറോപ്പിലൊക്കെ അങ്ങനെ സീൽഡ് പ്രോഡക്ട്സ് നിരോധിക്കാനുള്ളതുണ്ട്. എല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്, ഇങ്ങനെയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ നമ്മളും ഈ ഒരു രീതിയിലേക്ക് വരണം. അങ്ങനെ നോക്കുമ്പോഴാണ് ഇന്ത്യ ഗവൺമെൻറ്റും ഇതിനൊരു ഇനീഷ്യേറ്റീവ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. റൈറ്റ് ടു റിപ്പയർ എന്ന് പറയുന്ന ഒരു ക്ലോസിൽ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫെയർസ് അവർ ഒരു പുതിയ ലോ തന്നെ കൊണ്ടുവരുന്നുണ്ട്. എല്ലാ കമ്പനിക്കാരോടും അതിൽ രജിസ്റ്റർ ചെയ്യണം, അവരുടെ പ്രോഡക്റ്റ് അതിൽ രജിസ്റ്റർ ചെയ്യണം. അതിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആ കമ്പനി എവിടെയൊക്കെയാണോ ഇവരുടെ ഫ്രാഞ്ചൈസീസ് ഉള്ളത് അവരുടെ ഫുൾ അഡ്രസ്സും ഡീറ്റെയിൽസും അതിൽ കൊടുക്കണം. മാത്രമല്ല ഓരോ പ്രോഡക്റ്റിൻ്റെയും മൊത്തം സ്പെയർ പാർട്സ് എന്തൊക്കെയാണ്, ആ സ്പെയർ പാർട്സ് കൃത്യമായിട്ട് അവൈലബിൾ ആക്കണം. ഇങ്ങനെ നിയമം കൊണ്ടുവരാൻ പോവാണ്. നല്ലൊരു കാര്യമാണ്. കാരണം കമ്പനിക്കാർ സ്പെയർ പാർട്സ് ഇറക്കുന്നില്ല.
അപ്പോൾ നമ്മളോട് പറയും, നമ്മളൊരു സാധനം കൊണ്ടുപോകാൻ ചെന്ന് റിപ്പയർ ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ എന്ത് പറയും? സ്പെയർ പാർട്ടില്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുമോ? ഉടനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുക? റീപ്ലേസ്. അപ്പോൾ ഇത് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അത് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്, ഈ ഒരു കൾച്ചർ. അപ്പോൾ കമ്പനികൾക്ക് സ്ട്രിക്റ്റ് ഇതൊന്ന് ശരിക്കും അത് ഫോളോ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്പെയർ പാർട്സ് അവൈലബിൾ ആയിരിക്കും, അത് റിപ്പയർ ചെയ്യുന്ന സൈറ്റ് ഓതറൈസ്ഡ് ഡീലേഴ്സ് അവൈലബിൾ ആയിരിക്കും. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മൾ എന്തിലേക്ക് പോവും? റിപ്പയറിലേക്ക് പോവും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കൾച്ചർ നമ്മൾ മറക്കരുത്. നമ്മളത് ശീലം തന്നെ, നമ്മുടെ ഇങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ, അതായത് റീപ്ലേസ് ചെയ്യണ എന്നുള്ളൊരു ഇൻട്രസ്റ്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അയൺ ബോക്സ് ഇതൊക്കെ റിപ്പയർ ചെയ്യാൻ പറ്റും. അയൺ ബോക്സ്, അതേപോലെ തന്നെ കുറേ സാധനങ്ങളുണ്ട്, നമ്മളെ ടോർച്ച്, ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് കേടുവരുന്നേക്കാട്ടിലും കേടുവരുമ്പോൾ ഉടനെ മാറ്റുന്ന ഒരു കൾച്ചർ നന്നല്ല. അത് നമുക്ക് മാറ്റണം. നമുക്ക് മാക്സിമം നമുക്കത് എന്ത് ചെയ്യാം? മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് പക്ഷേ ഇതിപ്പോൾ ഡൽഹി, നമുക്കുള്ള കേരളത്തിൽ ഈ കൾച്ചർ കുറച്ച് കൂടുതലാണ് തോന്നുന്നു. നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ ഇപ്പോൾ ഡൽഹി ആയാലും ബോംബെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഈ പെട്ടെന്ന് റിപ്പയർ ചെയ്ത് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്തിനാ പറയുന്നത്? ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്യണം, നമുക്ക് അതൊന്ന് മാറ്റണം, അതൊന്ന് ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതൊന്ന് ലൂസാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ റോഡ് സൈഡിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്, വേഗം കൊണ്ടുപോകും, ഈസി ആയിട്ട് ചെയ്തു കൊടുക്കും. നമ്മുടെ നാട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അത് റിപ്പയർ ചെയ്ത് തരാൻ പറഞ്ഞാൽ. നമ്മുടെ ഒരു ഡ്രസ്സോ എന്തെങ്കിലും ഒന്ന് കീറിയതൊക്കെ ചെറിയൊരു കീറലുണ്ടാവുള്ളൂ, നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടതായിരിക്കാം, അതെന്ത് ചെയ്ത് തരാൻ ഇല്ല, റിപ്പയർ ചെയ്ത് തരാൻ ഒരു ടൈലറില്ല. നമുക്ക് കുറച്ചൊക്കെ അത്യാവശ്യം ഒരു ടൈലറിങ് ഒക്കെ ഒന്ന് സൂചി നൂലും ഓടിക്കാനും, ഒരു ബട്ടൺ, നമ്മുടെ കുട്ടികൾ നാളെ ചോദിക്കും എങ്ങനെയാണ് ഈ ബട്ടൺ ഫിറ്റ് ചെയ്യണമെന്ന് ചോദിക്കും. ഒരു ബട്ടനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊന്ന് അവരെ പഠിപ്പിക്കുന്നതൊക്കെ നല്ലതാണ്. ഒരു ബട്ടൺ പോയി ഉടനെ ആ ജീൻസ് കളഞ്ഞു, അല്ലെങ്കിൽ ആ ഷർട്ട് കളഞ്ഞു എന്നുള്ളതാണ്. സോ ഇതൊക്കെ പഠിക്കാൻ പറ്റും, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ റിപ്പയർ എന്ന് പറയുന്ന ഒരു കൾച്ചർ നമ്മൾ വളർത്തിയെടുക്കണം. നമുക്കൊരു റീപ്ലേസ് കൾച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റിയിട്ട് റിപ്പയർ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് നമുക്ക് ഒന്ന് അറ്റ്ലീസ്റ്റ് പറയാം, റിപ്പയർ ചെയ്തൊന്ന് നോക്കിയാലോ എന്ന് പറയാനുള്ളൊരു ഇൻട്രസ്റ്റ് എങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. ഇത് കണ്ട് നമ്മുടെ മക്കളും ഇത് കാണണം. നമ്മളങ്ങനെ എന്ത് കിട്ടിയാലും പെട്ടെന്ന് അങ്ങനെ വലിച്ചെറിയില്ല, ആദ്യം അതൊന്ന് റിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുമെന്ന് നമ്മുടെ മക്കളും കാണണം. നല്ലൊരു ഒരു നെക്സ്റ്റ് ജനറേഷന് നല്ലൊരു മെസ്സേജും അതായിരിക്കും എന്നുള്ളതാണ്. സോ റൈറ്റ് ടു റിപ്പയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വിജയിക്കട്ടെ. നമുക്കെല്ലാവർക്കും നോക്കാം. ചെറിയ ചെറിയ പണികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒന്ന് അത് റിപ്പയർ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തൊട്ടടുത്തുള്ള ഒരു ഇലക്ട്രീഷ്യൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ ഇലക്ട്രീഷ്യൻ്റെ അടുത്ത് പോവുക. ഫ്രാഞ്ചൈസി സെൻറ്ററിലാണെങ്കിൽ അവിടെ ഒന്ന് പോയി നമുക്ക് കുറച്ച് ക്ഷമ വേണമെന്നേ ഉള്ളൂ. ആ ക്ഷമയോടുകൂടി നമുക്ക് ചെയ്ത് കിട്ടിയാൽ നമ്മുടെ ഇഷ്ടപ്പെട്ട ആ പ്രോഡക്റ്റ് അതിൻ്റെ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് കുറച്ച് കാലം കൂടി അത് ഉപയോഗിക്കാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ് മീ. മറക്കരുത്, ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ ലൈക്കും ഷെയറും ചെയ്യണം. ബെൽ ബട്ടൺ പ്രസ് ചെയ്താലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. പലരും മറന്നു പോകുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. താങ്ക് യു.